അറിവുശാലയിൽ നിന്നാണ് നമ്മളിവരെല്ലാവരെയും ഈ കാണുന്ന എല്ലാവരും അറിവിന് പോയ കുഞ്ഞുങ്ങളാണ്. പലരും ചില കുത്തി വെച്ചിട്ട് പ്രഗ്നന്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പശു അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അറിവുശാലയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്, കുത്തിവെച്ചു. നമുക്ക് അറിയില്ലായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് പ്രസവിച്ചപ്പോഴാണ് പ്രഗ്നന്റ് ആണെന്ന് നമ്മൾ അറിയുന്നത്. അന്ന് മാമിന്റെ കൈ കിട്ടിയില്ലായിരുന്നു ഇവരെല്ലാം ഇന്ന് എല്ലാവരും ബിരിയാണിയായി പല മേശകളിലും ഉണ്ടായേനെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണ്, മെയിൻ ആയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗോ സംരക്ഷണം. പല സ്ഥലങ്ങളിലും ഗോശാല എന്ന് പറയുമ്പോഴും അതൊരു കമേഴ്ഷ്യൽ ആസ്പെക്ട് ഉണ്ടാവും. പിന്നെ മൂരികളെ ഉണ്ടാവില്ല. അവര് ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമാണ് സ്ത്രീകൾക്ക് വിലയുള്ളത്. സ്ത്രീകൾ വേണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിലയുള്ളത്. അപ്പോൾ മെയിൽ എല്ലാം ഇപ്പൊ മെയിലിന് ജോലിയില്ലാത്തത് കൊണ്ട് മെയിൽ എല്ലാം ജനറലി അറിവിനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അറിവുശാലയിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ സംരക്ഷണം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇതിന് ചിലവില്ലേ ഇതിനെ വളർത്താനും സംരക്ഷിക്കാനും? തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ്ലി ഇതൊരു NGO ആണ്, ഒരു ട്രസ്റ്റ് ആക്കി NGO ആക്കിയിട്ടാണ് നമ്മൾ